ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഞ്ചാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു തൻ്റെ സ്വയം ആവശ്യത്തിനായി ഉന്നയിച്ച ഏകമൊഴി ഇത് മാത്രമാണ്: എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ ദാഹം എന്നത് കേവലം ശാരീരികാവശ്യം മാത്രമല്ല. യേശു പൂർണ്ണനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അതിനപ്പുറം യേശു ദൈവമാണ്. നാം ബൈബിളിൽ പലയിടങ്ങളിലായി വായിക്കുന്നു, യേശു 5 അപ്പം 5000 പേർക്ക് നൽകിയെന്നും കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതുമായ സംഭവങ്ങൾ. അങ്ങനെയുള്ള യേശുവിന് സ്വയം ദാഹം ശമിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൽ നിന്നും ഇവിടെ യേശുവിൻ്റെ ശാരീരികാവശ്യം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ 4 യേശു ശമര്യക്കാരത്തിയായ ഒരു സ്ത്രീയെ കിണറ്റിൻകരയിൽ കണ്ടുമുട്ടുകയും അവളോട് കുറച്ച് വെള്ളം തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം ഒരിക്കലും ദാഹിക്കാത്ത ജലം നൽകാമെന്നും പറയുന്നു. ഇവിടെ ജീവൻ്റെ ജലം എന്നാൽ യേശുവിൻ്റെ സ്നേഹമാണ്. നാം ഓരോരുത്തരുടെയും സ്നേഹത്തിനായി യേശു ദാഹിക്കുന്നു. പരാതികളും പരിഭവങ്ങളും ഏതുമില്ലാതെ യേശു ക്രൂശിലെ സകല വേദനകളും സഹിക്കുന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ വേർതിരിവുകളില്ലാതെ നാം ഓരോരുത്തരെയും യേശു സ്നേഹിക്കുന്നു. നമ്മുടെ തിരിച്ചുവരവിനായി അവിടുന്ന് കാത്തിരിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിലെ എല്ലാ സ്നേഹവും സ്വാർത്ഥപൂർണ്ണമാണ്. പ്രതിഫലമില്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് പരസ്പരം സ്നേഹിക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ യേശു സ്വന്തമായല്ല, മറ്റുള്ളവർക്കായി, പാപിയായ മനുഷ്യർക്കായി അവരെ സ്നേഹിച്ചുകൊണ്ട് ക്രൂശിലെ വേദനകൾ സഹിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ആദികളെല്ലാം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ സ്വന്തമായി ഒന്നും നേടാതെ പാപികളായ നാം ഓരോരുത്തർക്കുമായി യേശു ക്രൂശിലെ വേദനകളേറ്റു. ഒപ്പം പരാതികളില്ലാതെ നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്നു. ഇതിലൂടെ സ്നേഹമെന്നാൽ സഹനമാണെന്ന് യേശു നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഈ കഷ്ടാനുഭവ കാലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ദാഹം എന്തിനൊക്കെ വേണ്ടിയാണ്? കേവലം ലോകമോഹങ്ങൾക്കായി നാം ദാഹിക്കുന്നു. പരസ്പരം ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ പരസ്പരം കൊലയാളികളാകുന്നു. അമ്മയെന്നോ അപ്പനെന്നോ മക്കളെന്നോ ഇല്ലാതെ പരസ്പരം ആക്രമിച്ച് മണ്ണിലമരുന്നു. നമുക്കായി ക്രൂശിലേറിയവൻ്റെ ത്യാഗത്തെ നാം മറക്കുന്നു. അവൻ്റെ സ്നേഹത്തെ നാം അവഗണിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? പ്രിയരെ, ഈ കഷ്ടാനുഭവ കാലങ്ങൾ നമുക്കൊരു സ്വയം ചോദനയാകട്ടെ. നമ്മുടെ കുറവുകളെ നമുക്ക് തിരിച്ചറിയാനും തെറ്റുകൾ ഏറ്റുപറയാനും ശ്രമിക്കാം. പരസ്പരം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാം. അതെ, നമുക്കായി, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഒന്നാകാം. യേശു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.